കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ശേഷം പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയായ അർജുൻ നായങ്കിയെ അകത്താക്കാൻ. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയാമെന്ന് കരുതിയ അർജുൻ നായങ്കിയെയും മറ്റ് ഗുണ്ടകളുടെയും എല്ലാ പ്രതീക്ഷയും തകർക്കുന്നതായിരുന്നു കണ്ണൂർ സ്ക്വാഡിന്റെ പഴുതടച്ച അന്വേഷണം. കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്, സിറ്റി പോലീസ് കമ്മീഷണർ V വിജയഭാരത് റെഡ്ഡി, റൂറൽ SP ഉമേഷ് ഗോയൽ, കണ്ണൂർ ASP MP ആസാദ് എന്നിവർ നേതൃത്വം നൽകിയ കണ്ണൂർ സ്ക്വാഡ് അന്വേഷണ മികവിന്റെ മറ്റൊരു പൊൻതൂവൽ കൂടി കരസ്ഥമാക്കി. കണ്ണൂർ സിറ്റി പോലീസിന് കീഴിലെ SI ഷനീജ്, വിനോദ്, ഷാജി, SIമാരായ രാജീവൻ, സ്നേഹേഷ്, സജിത്, ലവൻ, CPOമാരായ നാസർ, അനൂപ്, ഷംസീർ, റൂറൽ പോലീസിലെ SI ഷറഫുദ്ദീൻ, സെയ്ദ്, ശ്രീകാന്ത്, നൌഫൽ, അഷ്റഫ്, ജബ്ബാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സൈബർ പോലീസിന്റെയും ഡാൻസ് സ്റ്റാഫിന്റെയും സഹായം ലഭിച്ചു. അർജുൻ നായങ്കി കണ്ണൂർ ജില്ലയിലെത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ പോലീസിന് വിവരം ലഭിച്ചിരുന്നുള്ളൂ. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് അർജുൻ നായങ്കി വെല്ലുവിളിച്ചപ്പോൾ അത് കണ്ണൂർ സ്ക്വാഡിനെയാണെന്ന് കരുതിയിരിക്കില്ല. കാരണം ഇതിനു മുമ്പും എത്രയോ സംഭവങ്ങളിൽ തുമ്പുണ്ടാക്കിയ കഥകൾ പറയാനുണ്ട് കണ്ണൂർ സ്ക്വാഡിന്. അന്വേഷണ സംഘത്തിലുള്ളതെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരെ പോയി ക്രിമിനൽ കേസ് പ്രതികളെ പൊക്കിയവരാണ്. ഈ സംഘത്തിലുള്ള ചിലരെ കുറിച്ചാണ് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയൊരുങ്ങിയത്. ആയങ്കിക്ക് മുൻപ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലമുണ്ടായിരുന്നെങ്കിൽ ഇക്കുറി അതില്ലെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. സുഹൃത്തുക്കളുടെ പിൻബലത്തിലാണ് ആയങ്കി ഒളിച്ചിരിക്കുക എന്നും ഉറപ്പിച്ചതോടെ ഇവരെ പിടികൂടുക എന്ന തന്ത്രമാണ് പോലീസ് ആദ്യമെടുത്തത്. അതോടൊപ്പം ബന്ധുക്കളെയും നോട്ടമിട്ടു. അമ്മയെ ചോദ്യം ചെയ്താണ് തുടങ്ങിയത്. വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ഇനിയും ഒളിച്ചിരുന്നാൽ പോലീസ് വീട്ടിലേക്ക് എത്തുമെന്നതിൻ്റെ സൂചനയായി. അതുകൊണ്ട് തന്നെ അഭിഭാഷകയെ കാണാൻ കണ്ണൂരിലെത്തിയത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളെ പോലീസ് പിടികൂടിയതോടെ അധികകാലം ഒളിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. തളിപ്പറമ്പിലെ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ എത്തിയതോടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്കെത്തി. മണിക്കൂറുകൾക്കകം അഭിഭാഷകയുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കാനും സാധിച്ചു.